അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ പറഞ്ഞതുപോലെ ജംഉ അൽ മുദക്കർ അസ്സാലിം അതെന്താണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഇനി അതിൻ്റെ ഇഅ്റാബിൻ്റെ അലാമത്തുകൾ എങ്ങനെയാണ് ജംഉ അൽ മുദക്കർ അസ്സാലിമിന് ഇഅ്റാബ്. ഗ്രന്ഥകാരൻ പറയുന്നു, വർഫഅ ബിവാവിൻ വബിയജ്റുർ വൻസിബി സാലിമ ജംഇ ആമിരിൻ വമുദ്നിബി. മുസനയെ നമ്മൾ പറഞ്ഞു, പിന്നെ അതിന് അലിഫ് കൊണ്ടാണ് റഫ്, യാ കൊണ്ടാണ് ജറും നസ്ബും. ഇവിടെ വർഫ ബിവാവിൻ, വാവ് കൊണ്ട് നീ റഫ് ചെയ്തോ, അപ്പോൾ അസ്ല് ദമ്മു കൊണ്ടാണ് റഫ് ചെയ്യേണ്ടത്. പക്ഷേ ജമ്മുൽ മുദക്കർ സാലിമിന് വർഫ നീ റഫ് ചെയ്തോ ബിവാവിൻ, വാവ് കൊണ്ട്, ദമ്മിന് പകരം വാവ് കൊണ്ട് റഫ് ചെയ്തോ. വബിയ, യാ കൊണ്ട്, വബി യാ ഇൻ എന്നാണ്, യാ കൊണ്ട് ഈ ജുറൂർ നീ ജറ് ചെയ്തോ, വൻസിബ് നീ നസ്ബും ചെയ്തോ. അപ്പോൾ ജറും നസ്ബും യാ കൊണ്ടും ചെയ്തോ എന്നാണ്. വർഫ ബിവാവിൻ, വാവ് കൊണ്ട് നീ റഫ് ചെയ്തോ, വബിയ യാ കൊണ്ട് ഈ ജുറൂർ ജറ് ചെയ്തോ, വൻസിബ് നസ്ബും ചെയ്തോ. ആർക്ക്? സാലിമ ജംഇൻ, സാലിമ ജംഇ, ഉദ്ദേശം ജംഅ അൽ മുദക്കർ അസ്സാലിമിന്, ജംഅ അൽ മുദക്കർ അസ്സാലിമിന്, അതാണ് സാലിമ ജംഇൻ. ജംഇൻ്റെ സാലിമിന് എന്ന് പറഞ്ഞാൽ ജമ്മു മുദക്കർ അസ്സാലിമിന് നീ ഇപ്രകാരം ഇഅ്റാബ് ചെയ്തോ എന്നാണ്. നമ്മൾ പറഞ്ഞു സൈദുൻ, അതിൻ്റെ ജമ്മാണ് സൈദൂന. അപ്പോൾ മൂന്ന് സെയ്ദുണ്ട്, മൂന്നാളുകൾ. അപ്പം മൂന്ന് സെയ്ദും വരുമ്പോൾ ജാ സെയ്ദുൻ വസെയ്ദുൻ എന്ന് പറയാൻ നിൽക്കണ്ട. പിന്നെയോ ജാ സെയ്ദൂന, സെയ്ദുമാർ വന്നു. അവിടെ ജാ വന്നു, സെയ്ദൂന ഉണ്ടോ? സെയ്ദൂന എന്നുള്ളത് ഫായിലാണ്, മർഫൂആണ്. ഇവിടെ റഫ് വാവ് കൊണ്ടാണ്. വർഫ ബിവാവിൻ, വാവ് കൊണ്ട് നീ റഫ് ചെയ്തോ. ആർക്ക്? സാലിമ ജംഇൻ. പിന്നെ ജം അൽ മുദക്കർ അസ്സാലിമിന് ഇവിടെ സെയ്ദുൻ എന്നതിനെയാണ് എന്ത് ചെയ്തത്? സെയ്ദുൻ എന്നതിനെയാണ് സെയ്ദൂനാക്കിയത്. ഉണ്ടോ? ഇതിൻ്റെ മുഫ്രദ് നോക്കിയേ, ജമ്മാക്കിയപ്പോൾ മുഫ്രദ് അതേപോലെ ഉണ്ട്, മാറ്റൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ജമ്മ. പിന്നെ സെയ്ദ് മുദക്കറാണ്, പുല്ലിംഗാണ്. മുഫ്രദിൽ മാറ്റം വന്നിട്ടില്ല. മുഫ്രദ് മാറ്റത്തിരുത്തിൽ നിന്ന് സുരക്ഷിതമാണ്, അതാണ് സാലിം, സുരക്ഷിതമാണ്. അങ്ങനെയുള്ള ജമ്മിനാണ് ജമ്മു അൽ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ജമ്മിന് വർഫ ബിവാവിൻ, വാവ് കൊണ്ട് നീ റഫ് ചെയ്തോ. വബിയ, യാ കൊണ്ട് ഇജ്റൂർ നീ ജറ് ചെയ്തോ. നദർതു, ഞാൻ നോക്കി. നദർതു ഞാൻ നോക്കി. ആരെ നോക്കി? ഇലാ സെയ്ദീന. മൂന്ന് സെയ്ദുമാരിങ്ങനെ വരികയാണ്. അപ്പോൾ അത്ഭുതമല്ലേ? അപ്പോൾ ഞാൻ ആ സെയ്ദുമാരിലേക്ക് നോക്കി. നദർതു ഞാൻ നോക്കി. ഇലാ സെയ്ദീന ഉണ്ടോ? സെയ്ദുമാരിലേക്ക്. ഇല ഇസ്മു ജാറാണ്, സെയ്ദീൻ ഇസ്മും മജ്റൂറാണ്. ഇസ്മും മജ്റൂറും ബിൽ യാ. കാരണം എന്താണിത്? ജംഅ അൽ മുദക്കർ അസ്സാലിമാണ്, സെയ്ദീന ഉണ്ടോ? അതേപോലെ ഞാൻ കണ്ടു എന്ന് പറയാണ്. റഅയ്തു, ഞാൻ കണ്ടു. ആരെ കണ്ടു? സെയ്ദീന, സെയ്ദുമാരെ കണ്ടു. സെയ്ദീന, സെയ്ദുമാരെ ഞാൻ കണ്ടു. റഅയ്തു ഉണ്ടോ? ഫഅലും ഫായിലാണ്. സെയ്ദീന മഫ്ഊലും ബിയാണ്, മഫ്ഊലും ബിഹി മൻസൂബ് ഫത്താത്ത് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ഇത് ജംഅ അൽ മുദക്കർ സാലിമാണ്. അതുകൊണ്ട് ഇതിൻ്റെ നസ്ബ് ഏതുകൊണ്ടാണ്? യാ കൊണ്ടാണ്. അപ്പോൾ വർഫ ബിവാവിൻ, വാവ് കൊണ്ട് നീ റഫ് ചെയ്തോ. വബിയ, യാ കൊണ്ട് ഈ ജുറൂർ നീ ജറ് ചെയ്തോ. വൻസിബ്, അതേപോലെ യാ കൊണ്ട് നീ നസ്ബുൻ ചെയ്തോ. ആർക്ക്? സാലിമ ജംഇൻ, ജംഅ അൽ മുദക്കർ അസ്സാലിമിന്, ജംഅ അൽ മുദക്കർ അസ്സാലിമിന്. സാലിമ ജംഇ ആമിരിൻ വമുദ്നിബി,
ആമിറിൻ്റെ ജംഅ അൽ മുദക്കർ സാലിമിനും മുദ്നിബിൻ്റെ ജംഅ മുദക്കർ സാലിമിനും. അവിടെ സാലിമ ജംഅ ഈ ആമിരിന്നാണ്, ഇത് മുദാഫാണ്, ആമിർ മുദാഫിനിലേക്ക്. അപ്പോൾ ആമിറിൻ്റെ ജംഅ മുദക്കർ സാലിമിനും മുദ്നിബിൻ്റെ ജംഅ മുദക്കർ സാലിമിനും. അവിടെ ആമിറിൻ്റെ ജംഅ സാലിമിനും മുദ്നിബിൻ്റെ ജംഅ സാലിമിനും എന്ന് പിന്നെ ഇവിടെ പറഞ്ഞത് ഇതിൻ്റെ മാത്രം ജമ്മു മുദക്കർ സാലിമിൻ എന്നല്ല, പിന്നെ മൊത്തത്തിൽ നമ്മൾ അതാണ് പറഞ്ഞത്. ജമ്മ അൽ മുദക്കർ സാലിമിനൊക്കെ നീ വാവ് കൊണ്ട് റഫും യാ കൊണ്ട് ജറും നസ്ബും ചെയ്തോ എന്നാണ്. പിന്നെ എന്തിനാണ് ആമിറിൻ്റെ ജമ്മ സാലിം അതേപോലെ മുദ്നിബിൻ്റെ ജമ്മ സാലിം എന്ന് പറഞ്ഞത്? അത് രണ്ട് പദങ്ങൾ, ആ പദങ്ങൾ അവയ്ക്ക് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ ഒത്താലാണ് അതിനെ ജമ്മ അൽ മുദക്കർ സാലിമാക്കിയിട്ട് ഈ നിലയ്ക്ക് ഇറാബ് ചെയ്യാൻ പറ്റൂ എന്ന് പഠിപ്പിക്കാനാണ്. വാവ് കൊണ്ട് റഫും യാ കൊണ്ട് ജറും നസ്ബും ചെയ്യണമെങ്കിൽ എല്ലാ പിന്നെ ജമ്മ സാലിമായി തോന്നുന്നതിനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെയോ അതിന് ചില ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. അതെന്ത് എന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ഇവിടെ ആമിറിൻ്റെ ജമ്മ സാലിമും മുദ്നിബിൻ്റെ ജമ്മ സാലിമും എന്ന് പറയുകയുണ്ടായത്. തയ്യബ്, ആമിർ എന്നുള്ളത് ആമിർ ഒരു ആളുടെ പേരാണ്, അതുകൊണ്ട് അതിന് ജാമിദ് എന്ന് പറയും. ജാമിദ് കാരണം ആമിർ എന്നുള്ള ഒരു വ്യക്തിൻ്റെ പേരാണ്. മുദ്നിബ് എന്നുള്ളത് കുറ്റം ചെയ്യുന്നവൻ കുറ്റവാളി എന്നാണ്, അതൊരു വിശേഷണമാണ്, സിഫത്ത് ഒരു വിശേഷണമാണ്. ആമിർ എന്നുള്ളത് ഇവിടെ ഒരു വ്യക്തിൻ്റെ പേരാണ്, ഒരു വ്യക്തിക്ക് ആമിർ എന്ന് പേരിട്ടു, അതുകൊണ്ട് തന്നെ അതിന് ജാമിദ് എന്ന് പറയും, ജാമിദ് എന്ന് പറയും. ഇത് ഒരു വ്യക്തിയുടെ വിശേഷണമാണ്, സിഫത്താണ്, അത് അയാളുടെ പ്രത്യേകതയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഈ ആമിർ എന്നുള്ളത് ചിലപ്പം എന്ത് ചെയ്യും, ആമിർ എന്നുള്ളത് തന്നെ സിഫത്തായിട്ട് വരും, ആമിർ എന്നുള്ളത് സിഫത്തായിട്ട് വരും. ഇപ്പോൾ പിന്നെ ആമിറുൽ ബിലാദ് എന്ന് പറയും, ചില വ്യക്തികളെ കുറിച്ചിട്ട് ആമിർ ബിലാദ്, അയാളാണ് നാടിനെ നാഗരികമാക്കിയത് എന്ന് പറയും. അപ്പോൾ ആ നിലക്ക് സിഫത്താണ്, വിശേഷണമാണ്. പക്ഷേ ഇവിടെ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് അതല്ല. പിന്നെയോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആമിർ എന്നുള്ളത് വേറെ പദങ്ങൾ കൊണ്ടുവരാമായിരുന്നു ഗ്രന്ഥകാരന്, പക്ഷേ അദ്ദേഹം സിഫത്തായിട്ട് ഇത് വരും. അതെല്ലാം ഇവിടെ ഉദ്ദേശം ജാമിദായിട്ടുള്ള ഒരാളുടെ പേര്, അലമാണ്, ഒരു വ്യക്തിയുടെ അലമാണ് എന്നുള്ളത് പറയാനാണ് അദ്ദേഹം ഈ ആമിർ എന്നുള്ള ഉദാഹരണം കൊണ്ടുവന്നത്. പിന്നെ ഇത് മുദ്നിബ് എന്നുള്ളത് വ്യക്തിയുടെ വിശേഷണമാണ്, ഒരു ആണായ വ്യക്തിയുടെ വിശേഷണമാണ്. അപ്പോൾ ജാമിദായ അലം അതിൻ്റെ ജമ്മു മുദക്കർ സാലിം, അതേപോലെ തന്നെ സിഫത്ത് ആയ ഒരു ആണിൻ്റെ സിഫത്തിനെ ജമ്മാക്കുമ്പോൾ ജമ്മു മുദക്കർ സാലിമാക്കുമ്പോൾ അപ്പോഴാണ് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് ജറും നസ്ബും ഇറാബ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആമിർ എന്ന ഈ ഒരു ഉദാഹരണം അറിയിക്കുന്നത് ഇങ്ങനെ ആമിർ എന്ന ജാമിദായ പ്രയോഗം പദം അത് അലമായിരിക്കണം, ഒരു വ്യക്തിയുടെ പേരായിരിക്കണം, ഒരു വ്യക്തിയുടെ പേര്, ഒരു വ്യക്തിയെ അറിയിക്കാനുള്ള പേര് നാമായിരിക്കണം. അതേപോലെ തന്നെ അത് ആഖിലിനായിരിക്കണം, നമുക്ക് പറയാം, ചുരുങ്ങി പറയാം. പിന്നെ അത് ഖാലിൻ മുക്തമായിരിക്കണം, ഏതിൽ നിന്ന് മുക്തായിരിക്കണം? തായിൽ നിന്ന് മുക്തായിരിക്കണം, താ ഉത്തൈനീസ് സാക്കിന. പിന്നെ തർക്കീബിൽ നിന്ന് മുക്തായിരിക്കണം, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം, തർക്കീബിൽ നിന്ന് മുക്തായിരിക്കണം. അതേപോലെ തന്നെ അത് പിന്നെ അലമാണ്, ആഖിലിനാണ്, ഖാലിമിന തർക്കീബാണ്. അതേപോലെ തന്നെ ഇവിടെ മുദക്കറിനുള്ളതായിരിക്കണം, അലമായിരിക്കണം, അത് മുദക്കറിനായിരിക്കണം, ശരി, പുല്ലിംഗം അതിനുള്ളതായിരിക്കണം. പിന്നെ അലമായിരിക്കണം, മുദക്കറായിരിക്കണം, ആഖിലായിരിക്കണം, ഖാലിമിന തായിൽ നിന്ന് മുക്തായിരിക്കണം. അതേപോലെ തന്നെ തർക്കീബിൽ നിന്ന് മുക്തായിരിക്കണം. മനസ്സിലല്ലേ? ഇതാണ് ഇതിനുള്ള ഷർത്ത്. ഇത് ജമ്മൽ മുദക്കർ സാലിം ഒരു മുഫ്രദിൽ നിന്നുണ്ടാക്കണമെങ്കിൽ ആ മുഫ്രദ് അത് ജാമിദാണ് എങ്കിൽ
ആ ജാമിദിന് ഇത്രയും ഷർത്ത് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു ജാമിദ് എന്നുള്ളത് അലമായിരിക്കണം, അതൊരു വ്യക്തിയെ അറിയിക്കുന്ന പേരായിരിക്കണം, ഒരു വ്യക്തിയെ അറിയിക്കുന്ന പേരായിരിക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചിലത് ഇപ്പോൾ ഇൻസാൻ എന്നുള്ളത് ഒരു ഇസ്മാണ്, പക്ഷെ അത് അലമല്ല. ഇൻസാൻ എന്നുള്ളത് ഇസ്മാണ്, പക്ഷെ അലമല്ല. ഒരു മനുഷ്യന് ഇൻസാൻ എന്ന് പേരിടൂല. പിന്നെയോ ഇൻസാൻ എന്നുള്ളത് എന്താണ്? ഒരു വർഗനാമമാണ്. അതേപോലെ തന്നെ ഈ വർഗനാമമായിട്ട് വരുന്ന കുറേ ഇതേപോലത്തെ പേരുകളുണ്ട്. അതൊന്നും എന്തല്ല? അലമല്ല. അലം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഒരു വ്യക്തിക്കുള്ള പേരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ അലമ് ഉണ്ടല്ലോ, അത് മുദക്കറായിരിക്കണം. ജാമിദായ അലമ് അത് മുദക്കറായിരിക്കണം. മുദക്കർ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ സൈനബ് എന്നുള്ളത് അലമാണ്. സൈനബ് എന്നുള്ളത് അലമാണ്, ഒരു പെണ്ണിനുള്ള അലമാണ്, പേരാണ്, വർഗനാമൊന്നല്ല. പക്ഷേ ഈ സൈനബ് എന്നുള്ളത് മുദക്കറല്ല. അതുകൊണ്ട് തന്നെ സൈനബൂൻ എന്ന് പറയില്ല, ഇൻസാനൂൻ എന്നിവിടെ പറയില്ല. കാരണം എന്താണ്? ഇൻസാനൂൻ എന്നുള്ളത് അലമല്ല, സൈനബൂൻ എന്നുള്ളത് മുദക്കറും അല്ല. അപ്പോൾ ഇത് മുദക്കറായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതും എന്തല്ല ജമ്മ് മുദക്കർ സാലിമാക്കില്ല. പിന്നെ ആക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആക്കിലും ഗൈർ ആക്കിലും ഉണ്ട്. ഇപ്പോൾ അക്രമമുള്ള ഹയവാനാത്ത് മൃഗങ്ങളൊക്കെ ഗൈർ ആക്കിലാണ്. എന്നാൽ മനുഷ്യൻ ആക്കിലാണ്, അഖിൽ ഉപയോഗിക്കുന്നവനാണ്. അപ്പോൾ അഖിൽ ഉപയോഗിക്കുന്ന മനുഷ്യർ, അതിലാണുങ്ങൾ, അവർക്കുള്ള അലമായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ജാമിദിൻ്റെ മറ്റൊരു ഷർത്ത്. അപ്പോൾ ഇവിടെ ഈ ലാഹിഖ് എന്ന് പറയും. ലാഹിഖ് മൃഗങ്ങൾക്ക് പറയുന്ന പേരാണ്. ചില മൃഗങ്ങൾക്ക്, കുതിരക്കൊക്കെ പറയുന്ന പേരാണ് ലാഹിഖുൻ എന്ന്. ഈ ലാഹിഖ് എന്നുള്ളത് ലാഹിഖൂന എന്ന് പറയില്ല. എന്തുകൊണ്ട്? ലാഹിഖ് എന്നുള്ളത് മനുഷ്യനുള്ള അലമല്ല. പറയുമ്പോൾ അത് മുദക്കറിൻ്റെ നിലക്ക് തോന്നും. അതേപോലെ ആമിർ പോലെ ഉള്ള ഒരു പ്രയോഗമാണ്. പക്ഷേ അത് ആക്കിലിന് പ്രയോഗിക്കുന്ന പേരല്ല. ഇത് ഗൈർ ആക്കിൽ, മൃഗങ്ങൾക്ക്, കുതിരക്കൊക്കെ പറയുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ജമ്മു മുദക്കർ സാലിമാക്കൂല. അതേപോലെ തന്നെ ഖാലിമിനത്ത, ഈ ജാമിദായ ആലമുണ്ടല്ലോ, അത് തായിൽ നിന്ന് മുക്തായിരിക്കണം എന്നാണ്. തായിൽ നിന്ന് മുക്തായിരിക്കണം. ഇപ്പോൾ തൽഹത്തുൻ എന്നുള്ളത് അലമാണ്, മുദക്കറിനുള്ള അലമാണ്. ആഖിലായ മനുഷ്യന് പറയുന്ന പേരാണ് തൽഹത്ത് എന്നുള്ളത്. പക്ഷേ തൽഹത്തിന് ത അവസാനത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ തൽഹത്തൂൻ അല്ലെങ്കിൽ തൽഹൂൻ എന്ന് പറയില്ല, അങ്ങനെ ജമ്മ ആക്കൂല. കാരണം എന്തുകൊണ്ട്? ത അവസാനത്തിൽ വന്നതുകൊണ്ട്. അതേപോലെ തന്നെ ഈ അല്ലാമത്ത് അല്ലാമ ഇവിടെ വരില്ല, അത് സിഫത്തിലാണ് വരിക. പക്ഷെ ഇവിടെ തൽഹത്ത്, ഹംസത്ത് എന്നുള്ളത് അലമാണ്, മുദക്കറാണ്, ആഖിലിന് പ്രയോഗിക്കുന്നതാണ്. പക്ഷേ അത് തായിൽ നിന്ന് ഖാലിൻ മുക്തമല്ല, താണ്ട്. അതുകൊണ്ട് തന്നെ ഹംസത്തൂൻ എന്ന് പറയില്ല, ജമ്മാക്കൂല. കാരണം എന്താണ്? ഇവിടെ ഈ ജാമിദായ അലമിനുള്ള ഷർത്ത് തായിൽ നിന്ന് അത് ഖാലിൻ മുക്തമാകണമെന്നാണ്. ഇവിടെ താ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹംസത്തുൻ എന്നുള്ളതിനെ ജമ്മു മുദക്കർ സാലിം ആക്കുകയില്ല. ഇനി മറ്റൊന്ന് ഖാലിമിനെ തർക്കീബിൽ നിന്ന് മുക്തായിരിക്കണം എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുള്ള, അതേപോലെ സീബവൈഹി, കണ്ടോ? സീബയും വൈഹിയും ചേർന്ന് ആണ് ഈ പേര്. അബ്ദു, അള്ളാ, ഇത് ചേർന്നാണ് ഈ പേര്. അപ്പോൾ തർക്കീബായിട്ടുള്ള പേരാണ്, തർക്കീബായ പേരാണ്. ഇതിനെ സീബവൈഹൂൻ എന്ന് പറയില്ല. 3 സീബവൈഹിണ്ട്. അപ്പോൾ ജാ സീബവൈഹൂൻ എന്ന് പറയില്ല. എന്തുകൊണ്ട്? ഇത് മുറക്കബായ ഇസ്മാണ്. സീബ വൈഹി എന്നീ 2 ഘടകങ്ങൾ ചേർന്നുള്ള മുറക്കബായ ഇസ്മാണ്. അതേപോലെ തന്നെ അബ്ദു അള്ളാഹ് ചേർന്നുള്ള മുറക്കബായ ഇസ്മാണ്. അപ്പം 3 അബ്ദുള്ളമാരുണ്ട് എങ്കിൽ ഇങ്ങനെ അതിനെന്ത് ചെയ്യില്ല, ജമ്മു മുദക്കർ സാലിമായിട്ട് ഇതിനെ പ്രയോഗിക്കുകയില്ല. കാരണം ഇത്
തർക്കീബിൽ നിന്ന് ഖാലിയല്ല. എപ്പോഴാണോ തർക്കീബിൽ നിന്ന് ഖാലിയാകുന്നത്, മുക്തമാകുന്നത്, അങ്ങനെയുള്ള അലമാണ് ജമ്മു മുദക്കറ സാലിം ആവുക എന്നുള്ളതാണ്. മനസ്സിലായോ? ബാലബക്, ബാലബക്, ബാലബക് എന്നുള്ളത് കണ്ടോ? ബാല് ബക്, ബാല് ബക്, രണ്ട് പദങ്ങൾ ചേർന്നാണ്. അപ്പോൾ അത് തർക്കീബാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ജമ്മു മുദക്കർ സാലിമാക്കൂല. എന്തുകൊണ്ട്? അത് ഖാലിമിന തർക്കീബ് അല്ല എന്നുള്ളത് കൊണ്ട്. ഈ തർക്കീബായ ഇസ്മുകൾ എന്ന് പറഞ്ഞെങ്കിൽ മുറക്കബ് മസ്ജി, മുറക്കബി ഇസ്നാദി, മുറക്കബി ഇദാഫി എന്നൊക്കെ പറഞ്ഞ് പല തർക്കീബായ ഇസ്മുകളുണ്ട്, പല രീതിയിൽ തർക്കീബുകളുണ്ട്. എന്തായാലും ഏത് തർക്കീബാണെങ്കിലും തർക്കീബാണോ അത് ജമ്മു മുദക്കർ സാലിമായിട്ട് ജമ്മാവുകയില്ല. തർക്കീബിൽ നിന്ന് എപ്പോഴാണ് ഖാലിൻ മുക്തമാകുന്നത്, അങ്ങനെയുള്ള അവസരത്തിലാണ് അത്തരം ഇസ്മുകളാണ് എന്ത് ചെയ്യുക? ഇസ്മുകളല്ല, അത്തരം അലമുകളാണ് അത് ജമ്മു അൽ മുദക്കർ അസ്സാലിമായിട്ട് അതിനെ ജമ്മാക്കുക. അപ്പോഴാണ് അതിന് ഈ ഇറാബ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ആമിർ എന്ന ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം എന്താണ്? ജാമിദായ അലമായ മുദക്കറായ ആഖിലായ താഇൽ നിന്ന് മുക്തമായ, തർക്കീബിൽ നിന്ന് മുക്തമായ മുഫ്രദ്, അതിനെയാണ് ജം അൽ മുദക്കർ സാലിമായിട്ട് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് ജറും നസ്ബും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആമിറിൻ്റെ ജമ്മ സാലിമിനെ വാവ് കൊണ്ട് റഫ് ചെയ്തോ യാ കൊണ്ട് ജറും നസ്ബും ചെയ്തോ എന്നാണ്. മുദ്നിബി, മുദ്നിബിൻ്റെയും, മുദ്നിബ് എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്നവൻ, തെറ്റ് പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അത് സിഫത്താണ്, വിശേഷണമാണ്. ആമിർ എന്നുള്ളത് അതിനൊരർത്ഥമല്ല. പിന്നെയോ അതിനർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ ജമ്മു സാലിമാക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു പേരാണ്. അപ്പോൾ അത് ജാമിദാണ്. ജാമിദായ ഈ കലിമത്ത് അത് അലമായിരിക്കണം, മുദക്കറായിരിക്കണം, ആക്കിലായിരിക്കണം, ഖാലിമിനത്തായി വത്തർക്കീബ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതേപോലെ മുദ്നിബിനെയും ജമ്മ സാലിമാക്കണമെങ്കിൽ അഥവാ മുദ്നിബൂന എന്ന് ജമ്മാക്കണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. അതെന്താണ്? മുദ്നിബ് എന്നുള്ളത് ഇത് സിഫത്താണ്, വിശേഷണമാണ്. മുദ്നിബ് എന്നുള്ളതിന് അർത്ഥമുണ്ട്, കാരണം കുറ്റം ചെയ്യുന്നവൻ. അപ്പോൾ അത് സിഫത്താണ്. അത് മുദക്കറിനുള്ള, പുല്ലിംഗത്തിനുള്ള വിശേഷണമായിരിക്കണം മുദക്കർ. അതേപോലെ ആഖിലിനുള്ളതായിരിക്കണം, മനുഷ്യനായിട്ടുള്ള ആൾക്കുള്ള സിഫത്തായിരിക്കണം. പിന്നെ ഖാലിയമ്മിനത്ത, അതും തായിൽ നിന്ന് മുക്തായിരിക്കണം. ഇവിടെ മുദ്നിബുൻ എന്നുള്ളത് മുദ്നിബത്തുൻ എന്നാണെങ്കിൽ അതിനെ ജമ്മ സാലിമാക്കാൻ പറ്റില്ല എന്നാണ്. തായിൽ നിന്ന് മുക്തായിരിക്കണം. പിന്നെ അത് ഈ സിഫത്ത് ഇവിടെ മുദ്നിബല്ല, ജമ്മു സാലിമാക്കേണ്ട സിഫത്ത് അത് അഫ്അല ഫഅല വസിനിലാകാൻ പാടുള്ളതല്ല, ഫഅലാൻ ഫഅല വസിനുള്ളതാകാനും പാടുള്ളതല്ല. അഫ്അൽ പുല്ലിംഗാണ്, ഫഅല അതിൻ്റെ സ്ത്രീലിംഗാണ്, ഫഅലാൻ പുല്ലിംഗമാണ്, ഫഅല അതിൻ്റെ സ്ത്രീലിംഗാണ്. അപ്പോൾ ഈ വസിനിലുള്ള സിഫത്താകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. നമുക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മുദ്നിബ് എന്നുള്ളത് സിഫത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഉദാഹരണമാണ്. ആ ഉദാഹരണം തേടുന്നത് ഇത് മുദക്കറിനായിരിക്കണം. അപ്പോൾ മുദക്കറായ സിഫത്തായിരിക്കണം, അപ്പോഴാണ് ജമ്മു സാലിമാക്കുക. അപ്പോൾ ഇവിടെ ഹാമിൽ, ഹായിദ്, ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭിണിക്ക് പറയുന്ന പേരാണ്, ഗർഭിണിയാണ്. ഹായിദ് ഋതുമതിയാണ്. ഹാമിൽ, ഹാമിലൂൻ എന്ന് പറയില്ല, കാരണം ഹാമിൽ എന്നുള്ളത് മുദക്കറിനുള്ള സിഫത്തല്ല, മുഅന്നസിനുള്ള സിഫത്താണ്. ഹായിദ് ഋതുമതി എന്നുള്ളത് മുദക്കറിനുള്ള സിഫത്തല്ല, മുഅന്നസിനുള്ള സിഫത്താണ്. അതുകൊണ്ട് ഹാമിൽ, ഹായിദ് എന്നുള്ളത് ജമ്മു അൽ മുദക്കർ സാലിം ആവുകയില്ല. ഹാമിലൂൻ, ഹായിദൂൻ എന്ന് പറയില്ല. അതേസമയം ഇവിടെ ഹാമിൽ എന്നുള്ളത് ഗർഭിണിക്കല്ല, ഒരു ലോഡ് ഏറ്റി വരുന്ന ഒരാണിനെ കുറിച്ച് പറയാണ്. അയാൾ ലോഡ് ഏറ്റിയാണ് വരുന്നത്, ഹാമിൽ എന്തോ ഏറ്റി വരികയാണെന്ന അർത്ഥത്തിലാണ് എങ്കിൽ അത് മുദക്കറിനുള്ള സിഫത്താണ്. അവിടെ അങ്ങനെ കുറേ ആളുകളുണ്ടെങ്കിൽ ഹാമിലൂന എന്ന് പറയാം. അതേസമയം ഇവിടെ ഗർഭിണി എന്ന അർത്ഥത്തിലാണ് എങ്കിൽ അത് മുദക്കറിനുള്ള സിഫത്തല്ല, ആഖിലിനുള്ള സിഫത്തായിരിക്കണം. മുദക്കറായിരിക്കണം, ആഖിലുമായിരിക്കണം. ഇപ്പം സാബിഖ് എന്നുള്ളത് കുതിരക്ക് പറയുന്ന വിശേഷണമാണ്. സാബിഖ് കുതിരക്ക് പറയുന്ന സിഫത്താണ്.
ഈ സാബിഖ് എന്നതിനെ സാബിഖൂൻ എന്ന് പറയില്ല, ജമ്മു മുദക്കർ സാലിമാക്കൂല. എന്തുകൊണ്ട്? അത് ആഖിലിനുള്ള സിഫത്തല്ല, പിന്നെയോ അത് ഹൈവാനിനുള്ള സിഫത്താണ്, ഗൈർ ആഖിലിനുള്ള സിഫത്താണ്. അപ്പോൾ മുദക്കറായ ആഖിലായ മനുഷ്യനുള്ള സിഫത്തായിരിക്കണം. മുദ്നിബ് അതിന് കൃത്യമാണ്. കാരണം എന്താ? മൃഗങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യൂല. തെറ്റ് ചെയ്യുന്നവൻ ആരാണ്? മനുഷ്യനാണ്. ആഖിലാണ് തെറ്റ് ചെയ്യുക, ആഖിലിലേക്കാണ് തെറ്റ് ചേർക്കുക. അഖിലുള്ള മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴാണ് മുദ്നിബ്. അപ്പോൾ ആ ഉദാഹരണം ഇതിനെ ഉദ്ദേശിച്ചു കൂടിയാണ് ഗ്രന്ഥകാരൻ്റെ ധിഷണയാണ് അത് അറിയിക്കുന്നത്. പിന്നെ ഈ സിഫത്ത് മുദക്കർ ആഖിൽ എന്ന പോലെ ഖാലിയമ്മിനത്ത തായിൽ നിന്ന് മുക്തമായിരിക്കണം എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അല്ലാമത്ത്, അല്ലാമത്തുൻ പണ്ഡിതന്മാരായ ആളുകൾക്ക് പറയുന്ന വിശേഷണമാണ്. ആണാണ്, വലിയ പണ്ഡിതനാണെങ്കിൽ അല്ലാമ എന്ന് പറയും. ഇപ്പോൾ അല്ലാമ ഷെയ്ഖ് ഇബ്നു ബാസ്, അല്ലാമ ഷെയ്ഖ് അൽബാനി റഹിമല്ലാഹുൽ ജമീ, ഇവർക്കൊക്കെ അല്ലാമത്ത് എന്ന് പറയും. ആഖിലായ മുദക്കറായ വ്യക്തിക്കുള്ള വിശേഷണമാണ് അല്ലാമ എന്നുള്ളത്. പക്ഷേ അല്ലാമത്തൂൻ എന്ന് പറയില്ല, അല്ലെങ്കിൽ അല്ലാമൂൻ എന്ന് പറയില്ല. എന്തുകൊണ്ട്? ഇത് താ അതിൽ വന്നതുകൊണ്ട്, ഈ സിഫത്തിൽ താ വന്നത് കാരണത്താൽ. അതേപോലെ ഫഹാമ, വലിയ ഗ്രാഹ്യശേഷിയുള്ള ആളുകൾക്ക് ഫഹാമ എന്ന് പറയും. അവിടെ താ വന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ ജമ്മുൽ മുദക്കർ സാലിം ആക്കുകയില്ല. ഇതേപോലെ ഈ സിഫത്തുകൾ പല രീതിയിലുണ്ട്. അഫ്അല ഫഅല വസ്നിൽ വരുന്ന സിഫത്ത്, അതേപോലെ ഫഅലാൻ ഫഅല വസ്നിൽ വരുന്ന സിഫത്ത്, ഇവയെ ഒരിക്കലും ജമ്മുൽ മുദക്കർ സാലിമാക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ വർണ്ണം, സഫ്ര എന്നുള്ളത് അതിൻ്റെ സ്ത്രീലിംഗാണ്. കുറേ മഞ്ഞ വർണ്ണത്തിലുള്ള വർണ്ണങ്ങൾക്ക് അസ്ഫറൂൻ എന്ന് പറയില്ല. കാരണം അതെന്താണ്? അഫ്അല ഫഅല വസ്നിലാണ് ഇത് എന്നതിനാലാണ്. അതേപോലെ തന്നെ സക്രാൻ, ലഹരി ബാധിച്ച ആണെന്ന് പറയും. സക്ര എന്ന് പറഞ്ഞെങ്കിൽ ലഹരി ബാധിച്ച പെണ്ണ്. ഇത് മുദക്കറാണ്, ഇത് മുഅന്നസാണ്. ഫഅലാൻ ഫഅല വസ്നിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ വസ്നിൽ വരുന്ന സിഫത്തുകൾ അതിനെയും എന്താക്കുകയില്ല? ജമ്മു സാലിം ആക്കുകയില്ല എന്നുള്ളതാണ്. ജമ്മു മുദക്കർ സാലിം ആക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ വരുന്ന ചില സിഫത്തുകളുണ്ട്. ആണിനും പെണ്ണിനും ഒരുപോലെ പ്രയോഗിക്കുന്ന ചില സിഫത്തുണ്ട്. അതിൽ ആണും പെണ്ണും മുഷ്തറക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജരീഹ് എന്ന് പറയും, മുറിവേറ്റവൻ. ഷഹീദ് എന്ന് പറയും, ഷഹീദ്, ജരീഹ് മുറിവേറ്റവൻ. ഇതൊക്കെ ആണിനും പറയും പെണ്ണിനും പറയും. അപ്പോൾ ഇത്തരം സിഫത്തുകളെ ഒരിക്കലും എന്ത് ചെയ്യില്ല? കുറേ മുറിവേറ്റവരുണ്ടെങ്കിൽ ജരീഹൂൻ എന്ന് പറയില്ല, കുറേ ഷഹീദുമാരുണ്ടെങ്കിൽ ഷഹീദൂൻ എന്ന് പറയില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ ആണിനും പെണ്ണിനും ഒരുപോലെ പറയും. ഇപ്പോൾ ഒരു സ്ത്രീക്കാണ് ഈ വിശേഷണം ജരീഹ് എന്ന് പറയാം, ഷഹീദ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം ആണിനും പെണ്ണിനും മുഷ്തറക്കായിട്ട് വരുന്ന സിഫത്താണെങ്കിൽ അതിനെയും എന്താക്കൂല? ജമ്മുൽ മുദക്കർ സാലിം ആക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മുദ്നിബ് എന്ന ഉദാഹരണം കൊണ്ടുവന്നത്. ജാമിദായതിന് ആമിർ എന്ന ഉദാഹരണവും നമ്മുടെ ഗ്രന്ഥകാരൻ കൊണ്ടുവന്നത്. ഏതായാലും ഇവിടെ വിഷയം ജമ്മുൽ മുദക്കർ സാലിം, അതിന് വാവ് കൊണ്ടാണ് റഫ്, യാ കൊണ്ടാണ് ജറും നസ്ബും. അത് പഠിപ്പിക്കാൻ അദ്ദേഹം വളരെ സംക്ഷിപ്തമായിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഷർത്തുകളോടൊക്കെ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രയോഗം നടത്തി. വർഫ ബിവാവിൻ വ ബിയജ്റുർ വൻസിബി സാലിമ ജംഇ ആമിരിൻ വ മുദ്നിബി. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയിൽ ഇനി കൂടുതൽ ഉദാഹരണങ്ങളും മറ്റൊക്കെ ഇനിയും നമുക്ക് വരും. കാരണം ഈ ജമ്മു മുദക്കർ സാലിമിൻ്റെ വിഷയം തന്നെയാണ് ഇനിയും നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ തുടർച്ച മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.